everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെമസ്റ്റർ ബിസിനസ് റെഗുലേഷൻസിൻ്റെ ചാപ്റ്റർ 3 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 1 and 2 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എക്സാമ്പിൾസ് വെച്ച് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കാനായിട്ട് പോവാണ് വിത്ത് സിമ്പിൾ നോട്ട്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പഠിച്ചെടുക്കാം. നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. നിങ്ങളുടെ MDC മലയാളത്തിൻ്റെ വീഡിയോയും ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 3യുടെ പേരാണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് വീഡിയോ കണ്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഓഫർ എന്ന് പറയുന്നത്. ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോസൽ, ഒരു ആലോചന നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്നതിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സിനിമ കാണാൻ പോയാലോ, ഫുഡ് കഴിക്കാൻ പോയാലോ എന്നിങ്ങനെ പറയുന്നതിനെയാണ് ഓഫർ അഥവാ പ്രപ്പോസൽ എന്ന് പറയുക. ഓഫർ എന്ന് പറയുന്നതും പ്രപ്പോസൽ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഓക്കെ, ഇനി ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, നമുക്ക് പോവാം എന്ന് നമ്മൾ പറയുന്നതിനെയാണ്, അത് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 2 സബ്സെഷൻ A പ്രകാരമാണ് പ്രൊപ്പോസൽ അഥവാ ഓഫർ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ആള് സിഗ്നിഫൈസ് ടു അനദർ ഹിസ് വില്ലിംഗ്നെസ് to do or to abstain from doing anything with a view to obtaining the assent of that other to such an act or abstinence he is said to make a proposal. അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഒരാളുടെ അടുത്തേക്ക് ഒരു ആലോചന വെക്കുന്നതിനെയാണ് നമ്മൾ പ്രൊപ്പോസൽ എന്ന് പറയുന്നത്. ഇനി പ്രൊപ്പോസൽ അല്ലെങ്കിൽ പ്രോമിസ് എന്നൊക്കെ നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. ഇനി അടുത്തത് എസെൻഷ്യൽ ആൻഡ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫർ എന്നാണ് പറയുന്നത്. അതായത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് റൂൾസ് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ സാധാരണ ഒരു കോൺട്രാക്റ്റ് നല്ലൊരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നൊക്കെ പറയാറില്ലേ, അതേപോലൊക്കെ തന്നെ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. നമ്മൾ ഓഫർ വെച്ചിരിക്കുന്ന ടേംസ് സെർട്ടൈൻ ആയിരിക്കണം, കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കണം അതിലുണ്ടാവേണ്ടത്, കൃത്യമായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി ഇവിടെ 2 ആൾക്കാരുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ബിനു ഓഫേഴ്സ് ടു സെൽ ഹിസ് മാരുതി കാർ ടു അജിത്ത്. ബിനു ഉണ്ട്, അജിത്ത് ഉണ്ട്. ബിനു തൻ്റെ മാരുതി കാറ് അജിത്തിന് വിൽക്കാൻ വേണ്ടി പോവാണ് 2,25,000 രൂപയ്ക്ക്. അപ്പോൾ ബിനു അജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അജിത്തെ എൻ്റെ മാരുതി കാറ് 2,25,000 രൂപയ്ക്ക് വിൽക്കാനുണ്ട്, അപ്പോൾ നീ അത് വാങ്ങുന്നുണ്ടോ എന്നുള്ള രീതിയിലൊരു പ്രൊപ്പോസൽ വെക്കുകയാണ് നമ്മുടെ ബിനു. അപ്പോൾ അജിത്ത് എന്ത് പറയാണ്? ശരി, ഞാൻ വാങ്ങാൻ റെഡിയാണ്, ഞാൻ 2,25,000 രൂപ നിനക്ക് തരാം എന്ന് അജിത്ത് അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ബിനു ഇവിടെ ഓഫർ മുന്നോട്ടേക്ക് വെച്ചു, അജിത്ത് അത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ബിനു ഓഫർ മുന്നോട്ടേക്ക് വെച്ച ആളെ പറയുന്ന പേരാണ് ഓഫറർ അഥവാ പ്രോമിസർ. ഓക്കെ, ഇനി അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഓഫറി അഥവാ പ്രോമിസി. ഓക്കെ, അപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മുടെ ഓഫറിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഓഫർ മസ്റ്റ് മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദ അസെന്റ് ഓഫ് ദി അതർ. ഒരാളുടെ സമ്മതം വാങ്ങുന്ന രീതിക്കുള്ള ഒരു ഓഫർ ആയിരിക്കണം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടാവേണ്ടത്. ഓഫർ മേ ബി കണ്ടീഷണൽ ആവാം. ദെൻ ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം ദ നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് മേ ബി അസ്യൂം ടു എമൗണ്ട് ടു ആക്സെപ്റ്റൻസ്. ഇതിൽ നമ്മൾ ഒരിക്കലും നീ സമ്മതിച്ചു എന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ടേം ഇതിൽ വരാൻ പാടില്ല. കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരുടെ പൂർണ്ണ സമ്മതം കൃത്യമായിട്ട് നമ്മൾ വാങ്ങുക. ഒന്നും ഇവിടെ വിചാരിച്ചു എസ്യൂം ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങളൊന്നും ഇതിൽ വരാനായിട്ട് പാടില്ല. ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. പിന്നെ ഒരു ഓഫറിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണെങ്കിൽ അതിനൊരിക്കലും നമ്മൾ ഓഫറായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലീഗൽ റൂൾസ് ഫോർ എ വാലിഡ് ഓഫറായിട്ട് പറയുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾ വരുന്നത് ടൈപ്സ് ഓഫ് ഓഫർ. നമുക്കിത് ഷോർട്ടസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് മെയിനായിട്ടും 7 തരം ഓഫറുകളാണ് വരുന്നത്. അത് 3 കാറ്റഗറിയിൽ തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓഫർ. മോഡ് ഓഫ് ഓഫറിൻ്റെ പ്രകാരം എക്സ്പ്രസ് ഓഫറും ഉണ്ട്, ഇംപ്ലൈഡ് ഓഫറും ഉണ്ട്.
ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് കോൺട്രാക്റ്റിൻ്റെ കേസിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എക്സ്പ്രസ് കോൺട്രാക്റ്റും ഇംപ്ലൈഡ് കോൺട്രാക്റ്റും ഒക്കെ അതേ സെയിം തന്നെയാണ് ഇതിലും വരുന്നത്. ഇനി ഓഫറീസിൻ്റെ കേസിൽ സ്പെസിഫിക് ഓഫറുണ്ട്, ജനറൽ ഓഫറുണ്ട്. നേച്ചർ ഓഫ് ഓഫറിൻ്റെ കേസിൽ ക്രോസ് ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ, കൗണ്ടർ ഓഫർ, ഇങ്ങനെയാണ് പലതരത്തിലുള്ള ഓഫറുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പ്രസ് ഓഫർ. An offer made by words spoken or written is an express offer. നമ്മൾ എക്സ്പ്രസ് കോൺട്രാക്റ്റ് പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ എഴുതിയോ വാക്കാലെയോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്തരം നമ്മളങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. ഇനി ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ താനേ രൂപപ്പെട്ടിട്ടുള്ള ഓഫറുകളെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുക. അതായത് നമ്മളൊന്നും എന്താ പറയുക, ഇപ്പോൾ ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്തത്, അതാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ എക്സാമ്പിൾ പറഞ്ഞ് അതന്നെ ഇവിടെ ഇംപ്ലൈഡ് ഓഫറിൻ്റെ കേസിലും നിങ്ങൾക്ക് പറയാം. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്, നമ്മൾ പൈസ കൊടുത്തു, ടിക്കറ്റ് എടുത്തു, അവിടെ നമ്മൾ എഗ്രിമെൻ്റ് എഴുതി സൈൻ ചെയ്ത് ഒരു കണ്ടക്ടറിന് ഒപ്പൊക്കെ വാങ്ങിച്ച് സീലൊക്കെ ചെയ്തിട്ടല്ല. നമ്മൾ പൈസ കൊടുത്തു, ആൾ ടിക്കറ്റ് തന്നു കഴിഞ്ഞാൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു എന്താ പറയുക, ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് അവിടെ രൂപപ്പെടുകയാണ്. ഇന്ന സ്ഥലത്ത് ഇറക്കണം, കണ്ടക്ടർ ഇറക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഇത്ര ദൂരം യാത്ര ചെയ്യാൻ നമ്മൾ ഇത്ര പൈസ കൊടുക്കണം എന്നുള്ളത്, അല്ലെ, താനെ അവിടെ ഒരു ഓഫർ, ഒരു കോൺട്രാക്റ്റ് അവിടെ രൂപപ്പെടുകയാണ്. അതിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുക. അതാണ് എക്സ്പ്രസ് ഓഫറും ഇംപ്ലൈഡ് ഓഫറും. ഇനി അടുത്ത ടൈപ്സ് പറയുന്നത് സ്പെസിഫിക് ഓഫറും ജനറൽ ഓഫറുമാണ്. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ടു എ ഡെഫിനിറ്റ് പേഴ്സൺ ഓർ ക്ലാസ് ഓഫ് പേഴ്സൺസ്. അതായത് ഞാനിപ്പോൾ പറയാണ്, എന്താണ്, നമ്മൾ ടൂറ് പോകുന്നുണ്ട്, നമ്മൾ കോളേജിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്, BCom ഫിനാൻസിലെ കുട്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ടൂർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് BCom ഫിനാൻസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഓഫർ വെച്ചിരിക്കുന്നത് ആർക്കാണ്? BCom ഫിനാൻസിലെ കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഓഫർ, സ്പെസിഫിക് ആളുകളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ജനറൽ ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ്ഡ് ടു ദി വേൾഡ് അറ്റ് ലാർജ്. അതായത് നമ്മുടെ ഓൾ കോളേജ് എങ്ങോട്ട് പോവാണ്? ടൂറ് പോവാണ്. ഞാനതിൽ ഇന്ന ക്ലാസ് എന്നോ ഇത്ര കുട്ടികളെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ കോളേജ് മുഴുവനായിട്ടും നമ്മൾ ടൂറ് പോവാണ് എന്ന് പറഞ്ഞേക്കുക. അപ്പോൾ അതൊരു ജനറൽ ഓഫറാണ്. ഇവിടെ ഞാനൊരാളെയും സ്പെസിഫൈ ചെയ്ത് ഒരു ക്ലാസ്സും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് സ്പെസിഫിക് ഓഫറും ജനറൽ ഓഫറും. ഇനി അടുത്ത ഓഫറുകളാണ് ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫേഴ്സ് ടു ഈച്ച് അതർ. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം കാര്യം ഓഫർ വെച്ചേക്കാണ്. അപ്പം അതിന് നമുക്കൊരു എക്സാമ്പിൾ പറയാനായിട്ട് പറ്റുന്നത്, ഞാനും എൻ്റെ ഫ്രണ്ട് അനു എന്ന് വിചാരിക്കാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ്, ഞങ്ങൾ കാണുന്നില്ല. അപ്പോൾ ഞങ്ങൾ കത്തെഴുതാണ്, ഒരേ സമയം കത്തെഴുതുക, അതും 2 പേർക്ക് അറിയാതെ തന്നെ ഒരേ സമയം കത്തെഴുതാണ്. അപ്പം ഞാൻ അനുവിൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ ഒരു സൈക്കിൾ ഞാൻ നിനക്ക് ഒരു $100 ഞാൻ സെല് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരു ഓഫർ ഞാൻ നിനക്ക് മുന്നോട്ടേക്ക് വെച്ചേക്കുവാണ് എന്ന് ഞാൻ കത്തെഴുതി. അതേപോലെ തന്നെ അനു ഇതറിയാതെ, ഞാൻ കത്തെഴുതുന്നുണ്ട്, ഈ മാറ്ററിനെ കുറിച്ച് ഞാൻ കത്തെഴുതുന്നുണ്ടെന്ന് ഒന്നും അറിയാതെ അനു എനിക്ക് ഇങ്ങോട്ടേക്ക് കത്തെഴുതിയേക്കാണ്. അതായത് ഞാൻ എൻ്റെ ബൈസിക്കിള് വിൽക്കാനായിട്ട് $100 വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പം 2 പേരും ഒരേ കാര്യത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ വെച്ചേക്കുവാണ്. അപ്പോൾ അത്തരം ഓഫറിന് എന്തായി? ക്രോസ് ഓഫർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫർ വെക്കുന്നതിന് നമ്മൾ ക്രോസ് ഓഫർ എന്നാണ് പറയുക. ഇനി അടുത്തത് സ്റ്റാൻഡിങ് ഓഫർ അഥവാ ഓപ്പൺ ഓഫർ. It is made for the continuous supply for a certain article at a certain rate. അതായത് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ഓഫർ വെക്കുന്നതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ. ഇത് കൂടുതലും നമ്മുടെ എന്താ പറയുക, മാർക്കറ്റിലൊക്കെ നമ്മൾ കച്ചവടം, ട്രേഡ് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഓഫർ നമ്മൾ വെക്കാറുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്കൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ ആ ഒരു ബേക്കറിക്ക് എല്ലാ ദിവസവും 10 കിലോ 100 കിലോ അരിപ്പൊടി എനിക്ക് വേണം. ഓക്കെ, അരിപ്പൊടി എനിക്ക് എല്ലാ ദിവസവും കേട്ടോ, ഡെയിലി 100 കിലോ അരിപ്പൊടി എനിക്ക് വേണം. 100 കിലോ അരിപ്പൊടിക്ക് ഒരു എന്താ പറയുക 10,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഡെയിലി 10,000 രൂപയ്ക്ക് 100 കിലോ അരിപ്പൊടി എനിക്ക് വേണം. അപ്പോൾ അങ്ങനെ ഞാനൊരു 31 ദിവസത്തിൻ്റെ
ഓഫർ വെച്ചേക്കാണ്. 31 ദിവസത്തേക്ക് എല്ലാ ദിവസവും 10,000 രൂപയ്ക്ക് 100 കിലോ അരിപ്പൊടി വീതം എനിക്ക് വേണം. ഇങ്ങനെ നമ്മൾ ഒരു കാലയളവ്, ഒരു പീരീഡ് പറഞ്ഞ്, അളവ് പറഞ്ഞ്, പൈസ പറഞ്ഞ് ഒരു ദീർഘകാലത്തേക്ക് നമ്മൾ ഓഫർ വെക്കുന്നതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ അഥവാ ഓപ്പൺ ഓഫർ എന്ന് പറയുന്നത്. ഇതിലൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ എഴുതാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായ പോലെ എക്സാമ്പിൾസ് എഴുതാം. അപ്പം മിസ് പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ അത് ഓർത്ത് വെക്കുക നിങ്ങൾ. അപ്പോൾ ചില ബസ്സിൻ്റെ എക്സാമ്പിൾ, ബസ്സിൽ നമ്മൾ യാത്ര പോകുന്നത് ഏതാണ്? ഇംപ്ലൈഡ്. മനസ്സിലായോ? അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വരും. ഓക്കെ, ഇനി അടുത്തതായി വരുന്ന ലാസ്റ്റത്തെ ഓഫറാണ് കൗണ്ടർ ഓഫർ. വെൻ ആൻ ഒറിജിനൽ ഓഫർ ഈസ് റിജക്റ്റഡ് ആൻഡ് എ ന്യൂ ഓഫർ ഈസ് മെയ്ഡ്. നമ്മൾ പഴയ ഓഫർ റിജക്റ്റ് ആയിട്ട് പുതിയൊരു ഓഫർ നമ്മൾ മുന്നോട്ടേക്ക് വെക്കുകയാണെങ്കിൽ അതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഓഫറിൻ്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഓഫർ എന്താണെന്ന് മനസ്സിലായോ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സെപ്റ്റൻസിൻ്റെ ഭാഗമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു കാര്യം സമ്മതിക്കുന്നതിനെയാണ്, അത് മീൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ്, പ്രപ്പോസൽ മുന്നോട്ട് വെച്ചതിന് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുക. അതിലും കുറച്ച് ലീഗൽ റൂൾസ് പറയുന്നുണ്ട്. അത് എക്സ്പ്രസ് അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആവാം, ആബ്സല്യൂട്ട് അല്ലെങ്കിൽ അൺക്വാളിഫൈഡ് ആവാം, കൃത്യമായിട്ട് ഓഫറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം, ഒരു റീസണബിൾ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ മറുപടി പറയാൻ ശ്രമിക്കുക, ദെൻ റീസണബിൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ദെൻ ദ ആക്സെപ്റ്റർ മസ്റ്റ് ബി അവെയർ ഓഫ് ദി പ്രപ്പോസൽ അറ്റ് ദ ടൈം ഓഫ് ദി ഓഫർ. ഓഫറിൻ്റെ സമയത്ത് ആക്സെപ്റ്റർ അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവെയർ ആയിട്ടുണ്ടാവണം. ഇനി ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, നീ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ നോക്കിയിട്ട് മറുപടി പറഞ്ഞോളൂ. അപ്പോൾ ആ ഒരു ടൈം കഴിഞ്ഞാൽ ആ ഒരു ഓഫർ ലാപ്സ് ആയി പോകുന്നതായിരിക്കും. ഇനി ഒരിക്കലും സൈലൻ്റ് ആയിട്ട് നിൽക്കാൻ പാടില്ല. അതായത് നമുക്ക് ഫിലിമിന് പോയാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ മൗനം പാടില്ല. കൃത്യമായിട്ട് യെസ് ഓർ നോ പറയാൻ ശ്രമിക്കാം. ഇതാണ് ആക്സെപ്റ്റൻസിൻ്റെ റൂൾസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഒരു ടേമാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് റിവോക്കേഷൻ. റിവോക്കേഷൻ മീൻസ് ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോവൽ. ബോത്ത് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ് മേ ബി റിവോക്ഡ്. അതായത് ഞാനിപ്പോൾ അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അനു എൻ്റെ വണ്ടി മാരുതി കാറ് 2,27,000 രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നീ നോക്കിയിട്ട് വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ മറുപടി പറഞ്ഞോളൂ എന്നുള്ളൊരു ഓഫർ ഞാൻ അനുവിൻ്റെ അടുത്തേക്ക് വെച്ചു. അപ്പോൾ വെനസ്ഡേ ഉണ്ട്, തേഴ്സ്ഡേ ഉണ്ട്, ഫ്രൈഡേക്കുള്ളിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അനു പറയാണ് ഓക്കെ ഞാൻ ഫ്രൈഡേക്കുള്ളിൽ നോക്കിയിട്ട് പറയാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ തേഴ്സ്ഡേക്ക് ആകുമ്പോൾ പറയാം, അനു ഞാൻ ആ മാരുതി കാർ വേറെ ഒരാൾക്ക് വിറ്റു കേട്ടോ, ഞാൻ ആ ഓഫർ ക്യാൻസൽ ചെയ്യാണ് എന്ന് പറഞ്ഞ് എനിക്കത് പിൻവലിക്കാം. അങ്ങനെ പിൻവലിക്കുന്നതിനെയാണ് റിവോക്കേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ അനുവിനും എന്ത് പറയാം, ആദ്യം വണ്ടി വേണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ അത് വേണ്ട എന്നും പറയാം. ഒരു കാലയളവുണ്ട്, അതിനുള്ളിൽ ഈ പിൻവലിക്കൽ 2 കൂട്ടർക്കും നടത്താവുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിവോക്കേഷൻ എന്ന് പറയുക. ഇനി റിവോക്കേഷൻ ഏത് രീതിയിലൊക്കെ ചെയ്യാം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈ കമ്മ്യൂണിക്കേഷൻ ഓഫ് നോട്ടീസ് ഓഫ് റിവോക്കേഷൻ. ഒരു ഓഫർ പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നോട്ടീസിലൂടെ നമുക്ക് അറിയിക്കാം എന്നാണ് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ബൈ ലാപ്സ് ഓഫ് ടൈം. നമ്മൾ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ടൈം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി റിവോക്കായി, ക്യാൻസലായി പോയി എന്നാണ്. അല്ലെങ്കിൽ ഇതിലെ കണ്ടീഷൻസ് നമ്മുടെ ആക്സെപ്റ്റർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് റിവോക്കേഷനായിട്ട് മാറും. അതേപോലെ തന്നെ ഇത് മുന്നോട്ടേക്ക് വെച്ചാൽ, അതായത് ഞാനാണല്ലോ വണ്ടി വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചത്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും മരണമോ അല്ലെങ്കിൽ ബുദ്ധിവൈകല്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ എന്തായിപ്പോയി, അത് റിവോക്കേഷനായി പോയി. പിന്നെ ബൈ കൗണ്ടർ ഓഫർ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരേ രീതിയിലുള്ള ഓഫർ വെക്കുകയാണെങ്കിൽ അത് ക്യാൻസലായി പോവും. ബൈ റിജക്ഷൻ, അതായത് എനിക്ക് വേണ്ട എന്ന് ഓഫർ പറയുവാണെങ്കിൽ അതിനെയും നമ്മൾ റിവോക്കേഷനായിട്ട് കണക്കാക്കാറുണ്ട്. ദെൻ എൻ ഓഫർ ലാപ്സ് ബൈ സബ്സിക്വൻറ്റ് ഇല്ലീഗാലിറ്റി ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. അപ്പം ഞാൻ വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ കാറ് വിൽക്കാം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, വ്യാഴാഴ്ച ആ കാർ ഒരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് നശിച്ചുപോയി. അപ്പോഴും അതെന്തായി, നമുക്ക് പിന്നെ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെയും റിവോക്കേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. അപ്പോൾ റിവോക്കേഷൻ സിംപ്ലി മീൻസ് ടേക്കിംഗ് ബാക്ക് ഓർ വിഡ്രോവൽ. നമ്മൾ വെച്ച ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ വിഡ്രോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ടേക്കിംഗ് ബാക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവോക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ 3rd ചാപ്റ്റർ. അപ്പോൾ നമ്മൾ 1, 2, 3 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ക്ലാസ് എടുക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുടെ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.